നോമ്പിൽ 37-ാം ദിവസം. തീക്ഷ്ണത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ധ്യാനിക്കുന്നത്. മോശയുടെയും അഹരോന്റെയും കാലത്ത് കൂടെ സഞ്ചരിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ദേവാലയത്തിൻ്റെ മിനിയേച്ചർ. ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്താണ് കെട്ടുറപ്പുള്ള ഒരു നിർമ്മിതിയായി അത് മാറിയത്. തകർച്ചയ്ക്ക് ശേഷം വീണ്ടും പുതുക്കിപ്പണിത ദേവാലയത്തെക്കുറിച്ച് യഹൂദന്മാർ ഊറ്റം കൊള്ളാറുണ്ട്. പൊളിക്കുക, 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കാം എന്നൊക്കെ ഒരുവൻ വന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചുള്ള സൗമ്യോക്തിയാണ് അതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആലയം എന്നാൽ യേശുവിന് തൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. പിതാവിൻ്റെ ഭവനം മക്കളുടെ ഭവനമാണ്. സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം. തങ്ങളിലൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണം എന്ന ദൈവേഷ്ടം യഹൂദർ മറന്നുകൂടാ. പ്രാർത്ഥനയും സമർപ്പണങ്ങളും ഉണ്ടാകേണ്ടിടത്ത് പക്ഷിമൃഗാദികളുടെ ക്രയവിക്രയം. വിശുദ്ധ സ്ഥലത്തെ മ്ലേച്ഛത പോലെയാണ് കർത്താവ് കാണുന്നത്. അതിനാണ് ചാട്ടവാറും ശിക്ഷയും. ആലയത്തോടുള്ള എരിവെന്നാൽ ഉടയവനോടുള്ള എരിവാണ്. ഉടയവൻ്റെ ജനത്തോടുള്ള തീക്ഷ്ണതയാണ്. ആ ഉടയവനും തൻ്റെ ജനത്തോട് എരിവും തീക്ഷ്ണതയും സ്നേഹവുമുള്ള ദൈവമാണ്. യവത്മാൽ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന കാലത്താണ് സുവിശേഷത്തോടുള്ള തീക്ഷ്ണത കൊണ്ട് 3 ചെറുപ്പക്കാർ ഭാരതത്തിൻ്റെ അതിർത്തിയിൽ ടിബറ്റൻ ബോർഡറിലേക്ക് യാത്ര തിരിച്ചത്. അതിലൊരാൾ AK ജോർജച്ചൻ. കൊടുംതണുപ്പിൽ ഹിമാലയൻ മലനിരകളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് ഒച്ചപ്പാടില്ലാതെ 37 വർഷത്തോളം ദേവാലയ നിർമ്മിതിയിലായിരുന്നു. പോരാ, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അദ്ദേഹത്തെ തിന്നുകളഞ്ഞിരുന്നു. നാം ജീവിക്കുന്നയിടത്ത് തീക്ഷ്ണതയുള്ള സുവിശേഷത്തിൻ്റെ വാഹകരാകുവാൻ ഈ നോമ്പുകാലം നമ്മളിൽ നിറയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.